അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര വലിയ എടങ്ങേറും പ്രയാസവും പ്രശ്നവും നിങ്ങൾക്കുണ്ടെങ്കിലും അല്ലാഹു തആല നിങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എത്ര കഠിനമായിട്ടുള്ള എടങ്ങേറുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം തന്നെ ഒരു പ്രയാസത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ പോലും ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എങ്കിൽ പോലും നിന്റെ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു തആലയ്ക്ക് എല്ലാറ്റിനും കഴിയുന്നവനാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഖുർആനിലുള്ള ചെറിയ ഒരു സൂറത്താണ്. നിങ്ങൾക്ക് മനഃപ്പാഠമായിട്ടുള്ളതാണ്. വളരെ ചെറുപ്പം തൊട്ടേ നമ്മളെല്ലാവരും ഓതുന്ന ഒരു സൂറത്ത് തന്നെയാണ്. ഈ സൂറത്തിനെ ഖുർആനിൻ്റെ തജ്വീദോടു കൂടി പാരായണം ചെയ്യാം. അപ്പോൾ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ചെറിയ സൂറത്തിന് എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 11 വട്ടം ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക. അത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും നമുക്ക് 5 വക്ത് ഫർദ് നിസ്കാരമുണ്ട്. അപ്പോൾ ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഈ ഒരു ചെറിയ സൂറത്തിന് 11 വട്ടം നമ്മൾ ഓതുക. സ്പീഡിൽ ഓതി അങ്ങോട്ട് തീർക്കാനല്ല പറയണത്. ഖുർആനിൻ്റെ തജ്വീദോട് കൂടിയിട്ടാണ് ഓതേണ്ടത്. 11 വട്ടം ഓതാൻ വളരെ കുറഞ്ഞ സമയം മതി. കാരണം ഇത് ചെറിയൊരു സൂറത്താണ്. അപ്പോൾ 11 വട്ടം നിങ്ങൾ ഓതിക്കാണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ശുദ്ധമായ നല്ല കുടിക്കുന്നൊരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നിങ്ങൾ മന്ത്രിച്ച് ആ വെള്ളം കുടിച്ചു നോക്കി. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ആ കാര്യം അല്ലാഹു തആല നിങ്ങളെ തൊട്ട് ഇല്ലാതെയാക്കും. കാരണം നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രയാസങ്ങളും പല എടങ്ങേറുകളും നമ്മളിലേക്ക് വരുന്നത് ശൈത്താനിൻ്റെ ശർറ് മൂലമായിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒരു കാര്യങ്ങളും കൊണ്ടാവില്ല. കാഫിരീങ്ങളായ ജിന്നുകളുടെയും ശൈത്താനിൻ്റെയും ഷെറുകൾ കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. പല എടങ്ങേറുകളും പല മുസീബത്തുകളും പല കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മളെ വേട്ടയാടുന്നത് ശൈത്താനിൻ്റെ ഷെറ് മൂലമാണ്. അപ്പോൾ ശൈത്താനിൻ്റെ ഷെറിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്നതിന് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനാണ് ഈ ഒരു ചെറിയ സൂറത്ത് ഓതാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതാണ് സൂറത്ത് എന്നായിരിക്കും നിങ്ങളെ സംശയം. മറ്റൊന്നുമല്ല, ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഈ ഒരു സൂറത്ത് നമുക്ക് അറിയണതല്ലേ. വളരെ ചെറിയൊരു സൂറത്തല്ലേ സൂറത്തുൽ ഫലഖ്. ഖുൽ ഹുവല്ലാഹു കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെയുള്ള സൂറത്താണ് സൂറത്തുൽ ഫലഖ്. അപ്പോൾ സൂറത്തുൽ ഫലക്കിനെയാണ് നിങ്ങൾ ഓതേണ്ടത്. 11 വട്ടമാണ് നിങ്ങൾ ഓതേണ്ടത്. എണ്ണം തെറ്റിപ്പോകരുത്. 11 വട്ടം സൂറത്തുൽ ഫലക്കിനെ ഓതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക. ഇങ്ങനെ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങളിത് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഒരു ദിവസം 2 ദിവസം 3 ദിവസമല്ല, 21 ദിവസമാണ് തുടർച്ചയായിട്ട് നിങ്ങളത് ചെല്ലേണ്ടത്. അപ്പോൾ സ്ത്രീകളൊക്കെ അവരുടെ പീരീഡ്സിൻ്റെ ആ സമയം കഴിയുന്ന അന്ന് തൊട്ടങ്ങ് ചൊല്ലിത്തുടങ്ങിയാൽ മതി. കൃത്യമായിട്ട് 21 ദിവസം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും നിങ്ങളുടെ എടങ്ങേറ് മാറിക്കിട്ടും. എത്ര വലിയ പ്രയാസവും വിഷമവും ദുഃഖവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാൻ ഈ ഒരു സൂറത്ത് കാരണമാകും. അത് ഉറപ്പാണ്. കാരണം മുത്ത് റസൂൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സൂറത്തുൽ ഫലഖിനെ നീ എപ്പോഴും ഓതിക്കോ എന്നുള്ളത്. ശൈത്താനിൻ്റെ ഷെറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഇൻഷാ അല്ലാഹ്
ഇന്ന് മുതൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്കും ഇതുപോലെ 11 വട്ടം ഓതാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് നല്ല ഉദ്ദേശത്തോടു കൂടി മറ്റുള്ളവർക്കൊന്ന് പകർന്നു കൊടുക്കുക.